ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ഫിഷ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തിയുടെ കൂടെയും സാദാ ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഫിഷ് റോസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു കിഡിലൻ ഫിഷ് റോസ്റ്റ് റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഓലക്കൊടി എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള മീനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം. അധികം മുള്ളില്ലാത്ത ദശ കട്ടിയുള്ള ഏത് മീൻ വേണമെങ്കിലും ഈ ഒരു ഫിഷ് റോസ്റ്റ് തയ്യാറാക്കുന്നതിന് ഉപയോഗിക്കാം കേട്ടോ. ഇതിപ്പോൾ 1 കിലോ ഓലക്കൊടിയനാണ് എടുത്തിട്ടുള്ളത്. മീൻ കഷ്ണങ്ങൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മസാല പുരട്ടി റെഡിയാക്കി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് കൈകൊണ്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. മീൻ കഷ്ണങ്ങൾ നന്നായിട്ട് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഈ മീൻ കഷ്ണങ്ങളിലുണ്ടല്ലോ അടിപൊളിയായിട്ട് മസാല പിടിച്ച് കിട്ടണം കേട്ടോ. എന്നാലാണ് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് റോസ്റ്റ് റെഡിയാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് അരമണിക്കൂർ എന്തായാലും ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കണം. അരമണിക്കൂർ ആവുന്ന സമയത്ത് ഒരു പാൻ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഹീറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെളിച്ചെണ്ണ യൂസ് ചെയ്യേണ്ട, വളരെ കുറച്ച് വെളിച്ചെണ്ണ യൂസ് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ദാ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല, നമ്മൾ ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നേ ഉള്ളൂ. മീൻ കഷ്ണങ്ങളൊന്ന് കുക്കായി കിട്ടണം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓരോന്നായി ഇതുപോലെ ചേർത്ത് കൊടുത്ത് തിരിച്ച് മറിച്ചിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. അതുപോലെ മീഡിയം ടു ലോ ഫ്ലെയിം വെച്ച ശേഷം ഇത് ഒന്ന് കവർ ചെയ്ത് വെച്ച് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ മീൻ കഷ്ണങ്ങൾ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടും. അപ്പോൾ അതാ മീൻ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് 2 ബാച്ചായിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മീൻ കഷ്ണങ്ങൾ ഒരു ഭാഗം ഒന്ന് കുക്കായി വരുന്ന സമയത്ത് ഇത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്ത് മറ്റേ ഭാഗം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ 2 സൈഡും കുക്കായി കിട്ടിയ ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ള മീൻ കഷ്ണങ്ങൾ കൂടി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കവർ ചെയ്ത് വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മീൻ കഷ്ണങ്ങൾ മുഴുവനായിട്ടും ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ മസാല റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടി സവാള ചേർത്ത് കൊടുക്കാം. വളരെ ഫൈനായിട്ട് അരിഞ്ഞെടുത്ത 4 വലിയ സവാളയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ല ട്രാൻസ്പെറൻ്റായി കിട്ടുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതുപോലെ കുറച്ച് പെരിഞ്ചീരകം കൂടി ചേർത്ത് ക്രഷ് ചെയ്തതാണിത്. ഒരു 8 വെളുത്തുള്ളി അല്ലി, ഒരു മീഡിയം സൈസ് ഇഞ്ചി, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറി വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം.
1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണം മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. അങ്ങനെ പൊടികളുടെയൊക്കെ പച്ചമണം മാറിക്കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 2 വലിയ തക്കാളി ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളി പെട്ടെന്ന് കുക്കായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഗ്രേവിക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നല്ല രീതിയിലൊന്ന് കുക്കായി കിട്ടുന്ന സമയത്ത് നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചില്ലേ അതൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി പെട്ടെന്ന് കുക്കായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കവർ ചെയ്ത് വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, തക്കാളി നല്ല പേസ്റ്റ് പോലെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഫ്രൈ ചെയ്ത് വെച്ച മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഗ്രേവി ഈ ഒരു മീൻ കഷ്ണങ്ങളിലേക്ക് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കവർ ചെയ്ത് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് വീണ്ടും ഇത് ഓപ്പൺ ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം വീണ്ടും കവർ ചെയ്ത് വെച്ച് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഫ്രൈ ചെയ്ത മീൻ കഷ്ണങ്ങളിലേക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡായി വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കൊടുക്കും. ഒരു 8 കാഷ്യൂസ് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തതാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മസാല നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ച് എടുക്കണം കേട്ടോ. അപ്പോൾ നോക്കി ഈ ഒരു സമയത്ത് നമുക്കിതൊന്ന് കവർ ചെയ്ത് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്ന ആ ഒരു സമയത്ത് ഇത് കവർ ചെയ്ത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി വിതറി ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷിൻ്റെ ഗ്രേവിയാണ് നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ, അതുപോലെ ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, വെള്ളയപ്പത്തിൻ്റെ കൂടെ എല്ലാത്തിനും അടിപൊളി കോമ്പിനേഷൻ. അപ്പോൾ ഈ ഒരു കിടിലൻ ഫിഷ് റോസ്റ്റിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനിയും നല്ല വീഡിയോസായിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ് ഡിയേഴ്സ്.